ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് വീഡിയോ എടുക്കുവാണേ. രേണുസുതിയുടെ വീഡിയോ. പെണ്ണായ ആഘോഷം ചെയ്യുമെന്ന്. എല്ലാ പെണ്ണുങ്ങളും അവളെ പോലെ പിന്നെ ആഘോഷം ചെയ്ത് നടക്കുവാണ്. അത് അവൾ പറയുന്നതിനൊരു ഇത് വേണമല്ലോ. ന്യായീകരണങ്ങൾ വേറെ ചാനലിൽ വന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ സുധിച്ചേട്ടൻ മരിച്ച അടുത്ത മാസമാണെന്നുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ്റെ തന്നെ ആയിരിക്കുമെന്ന്. അതിന് ഉറപ്പൊന്നുമില്ല. പിന്നെ അങ്ങ് പറയുക ആയിരിക്കാം, ഉറപ്പില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എനിക്കിതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. എന്നെപ്പോലെ എത്രയോ ആൾക്കാരുണ്ട് കുഞ്ഞിന് വേണ്ടി നേർച്ചയും കാഴ്ചയും ചികിത്സയുമായിട്ട് കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് അല്ലേ. അവരുടെ ഒന്നും വിഷമങ്ങളോ ഒന്നും ആർക്കും ഇതുപോലുള്ള പെണ്ണുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി. ഇപ്പോൾ 2 വാക്ക് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ സത്യം എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കൊരു ഊഹമില്ല. പിന്നെന്താ പറയണ്ടേ? എന്താ പറയണ്ടേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെക്കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങ് പറയുക. ഞാൻ പെണ്ണായാൽ അങ്ങനെയൊക്കെ ആകും. അപ്പം പറയുന്നതിനൊക്കെ ഒരു ഉളുപ്പും കാര്യങ്ങളും ഒക്കെ വേണം. എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇതൊക്കെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. എന്നാലും ആ സുധിക്ക് തന്നെ ഒരു നാണക്കേടായി വന്നേക്കും അല്ലേ. സുധിയുടെ പേര് തന്നെ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയെടുത്ത എല്ലാ സ്ഥലത്തേനും വേണുവായിട്ട് ഇല്ലാതാക്കി. അപ്പം എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണം പറയുന്നതിന്. അല്ല റീച്ചിന് വേണ്ടി അല്ലെ ഇച്ചിരി ഇതിന് വേണ്ടി അങ്ങ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാവുന്നില്ല. എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണം. അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു വിഷമം അത് കേട്ടപ്പം. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.